അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന 45-കാരൻ മരിച്ചു. വയനാട് ബത്തേരി സ്വദേശി രതീഷാണ് മരിച്ചത്. ഇതോടെ രോഗം ബാധിച്ച് മരിച്ചവരുടെ എണ്ണം 4 ചികിത്സയിലുള്ള കാസർഗോഡ് സ്വദേശിയായ യുവാവിന്റെ ആരോഗ്യസ്ഥിതി ഗുരുതരമായി തുടരുകയാണ്. അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് ഗുരുതരാവസ്ഥയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുകയായിരുന്ന സുൽത്താൻ ബത്തേരി സ്വദേശി രതീഷ് മരിച്ചത് ഇന്ന് പുലർച്ചെയാണ്. അതീവ ഗുരുതരാവസ്ഥയിൽ ചികിത്സയിലായിരുന്നു ഉണ്ടായിരുന്നത്. 2 ആഴ്ച മുൻപാണ് പനിയും ജലദോഷവും ഒക്കെ ഉണ്ടായതിനെ തുടർന്ന് പ്രാഥമികമായ ചികിത്സയിൽ പ്രവേശിക്കുന്നത്. പിന്നീട് മെഡിക്കൽ കോളേജിൽ നടത്തിയ സ്രവ പരിശോധനയിൽ അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിക്കുകയായിരുന്നു. ഇതോടെ മലപ്പുറത്തും കോഴിക്കോടുമായി 4-മത്തെയാളാണ് അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് 2 മാസത്തിനിടെ മരിക്കുന്നത്. നേരത്തെ കോഴിക്കോട് താമരശ്ശേരിയിലുള്ള 9 വയസ്സുള്ള കുട്ടി മരിച്ചിരുന്നു. പിന്നാലെ അന്നശ്ശേരിയിലെ 3 മാസം പ്രായമുള്ള കുഞ്ഞും മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരിച്ചു. പിന്നീട് മലപ്പുറത്തുള്ള യുവതിയും അമീബിക് മസ്തിഷ്ക ജ്വരം ബാധിച്ച് മരണപ്പെടുന്ന സാഹചര്യമുണ്ടായി. പിന്നാലെ കൂടുതൽ പേർക്ക് പരിശോധന നടത്തിയതിനെ തുടർന്ന് ഇപ്പോൾ 11 പേരാണ് രോഗം ബാധിച്ച് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുന്നത്. ഇതിലിപ്പോൾ കാസർഗോഡ് സ്വദേശിയുടെ ആരോഗ്യനില മോശമായി തന്നെ തുടരുന്ന അവസ്ഥയിലുമാണ്. കൂടുതൽ രോഗം റിപ്പോർട്ട് ചെയ്യുന്ന സാഹചര്യത്തിൽ ഒരു വിദഗ്ധ സമിതിയെ ഉണ്ടാക്കി രോഗം റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഇടങ്ങളിലെ ജലാശയങ്ങളടക്കം ഇപ്പോൾ ഈ സമിതി പരിശോധിച്ചു വരികയാണ്. ഇതിൻ്റെ പ്രധാന ഉറവിടം ഏതെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട പ്രശ്നം. പക്ഷേ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ച് കൂടുതൽ സ്രവ പരിശോധനകളും മറ്റുമൊക്കെ നടക്കുന്നുമുണ്ട്. കഴിഞ്ഞ ദിവസം മന്ത്രി എ കെ ശശീന്ദ്രന്റെ വികസന ഫണ്ടിൽ നിന്ന് 8 ലക്ഷം രൂപയിൽ ഒരു പുതിയ മെഷീൻ അടക്കം ഇതിനുവേണ്ടി വാങ്ങിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ രീതിയിൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പ്രതിരോധ പ്രവർത്തനങ്ങളും പുരോഗമിക്കുകയാണ്. പക്ഷേ അപ്പോഴും ആശങ്കയായി കൂടുതൽ മരണങ്ങളടക്കം റിപ്പോർട്ട് ചെയ്യുന്നു എന്നുള്ളതാണ് കാര്യം.